പവിത്രത്തിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ശ്രീനിവാസൻ സാർ തന്നെ പറഞ്ഞു വിട്ടു എന്നറിഞ്ഞതോടുകൂടി തന്നെ വിക്രം ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ആ കാര്യങ്ങൾ ഇങ്ങനെ രാജേട്ടനോട് പറയാണ്. ആ സമയത്തിന് രാജേട്ടൻ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വിക്രമിനോട് പറയും. രാജേട്ടൻ ശ്രീനിവാസൻ സാറെ കാണാൻ പോയിരുന്നു. ശ്രീനിവാസൻ സാറുമായിട്ട് രാജേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്നാലും വിക്രത്തിനോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു സാർ. വിക്രത്തിന് സാറെന്ന് വെച്ച ജീവനല്ലേ. ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരിക്കലും വിക്രത്തിന് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റില്ല. ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വിക്രത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. വിക്രത്തിന് നിങ്ങൾ എന്തിനാണ് തള്ളി പറഞ്ഞത് എന്നിങ്ങനെ രാജേട്ടൻ ചോദിക്കുന്ന സമയത്തിന് ശ്രീനിവാസൻ സാർ ചോദിക്കുന്നുണ്ട്, വിക്രത്തിനെ തള്ളി പറയേ ഞാനോ? ഞാൻ ഒരിക്കലും വിക്രത്തിനെ തള്ളി പറഞ്ഞതോ അവന് വേണ്ടാന്ന് വെച്ചതൊന്നുമല്ല. അവന്റെ അച്ഛന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവന്റെ അച്ഛനും അമ്മയും ഒരിക്കലും അവനൊരു ഗുണ്ടയായി ജീവിക്കരുത് എന്നൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഏതൊരച്ഛനും അമ്മയാണ് ആഗ്രഹിക്കാത്തത്? അതുകൊണ്ടാണ് ഞാൻ അന്ന് അവനോട് അങ്ങനെ പറഞ്ഞത്. അല്ലാതെ ഞാൻ അവനെ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടില്ല, ഒരിക്കലും തള്ളിക്കളയില്ല എന്നൊക്കെ പറയാണ് ശ്രീനിവാസൻ സാറ്. അപ്പോഴെന്നെ കൂടെയുള്ള അണി ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അവനെ ഒന്ന് ഉപദേശിച്ച് വിട്ടാൽ പോരായിരുന്നില്ലേ എന്ന് ചോദിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അവന് അത്രമാത്രം വിഷമായി എന്നാ പറഞ്ഞത് എന്ന് പറയുന്ന സമയത്ത് തന്നെ രാജേട്ടൻ പറയുന്നുണ്ട്, അല്ല സാറ് വേണമെങ്കിൽ അവനെ ഗുണ്ടാ പണിക്കും തല്ലുകൊള്ളിത്തരത്തിനൊന്നും പറഞ്ഞയക്കാതിരുന്നാൽ മതി, പക്ഷെ സാർ എപ്പോഴും അവനെ കൂടെ തന്നെ നിർത്തണമെന്ന് പറയും. അപ്പോൾ ശ്രീനിവാസൻ സാറ് പറഞ്ഞത്, ഞാൻ ഒരിക്കലും അവനെ തള്ളിക്കളഞ്ഞിട്ടില്ല, തള്ളിക്കളയില്ല, അവൻ എന്നും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവന് സന്തോഷമായി ജീവിക്കാൻ തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ അവനോട് പറഞ്ഞത് എന്നൊക്കെ പറയട്ടെ ശ്രീനിവാസൻ സാറ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ രാജേട്ടൻ ഇങ്ങനെ വിക്രമിനോട് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് രാജേട്ടൻ ഇങ്ങനെ വിക്രമിനോട് പറഞ്ഞിട്ട്, കേട്ടില്ലേ ഞാൻ പറഞ്ഞതൊക്കെ? നീ നന്നാവാൻ വേണ്ടിയിട്ട്, നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ശ്രീനിവാസൻ സാർ നിന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലാതെ നിന്നോടുള്ള ദേഷ്യം വെറുപ്പൊന്നും വിചാരിച്ചിട്ടില്ല എന്ന് പറയുന്ന സമയത്തിന് ജോസഫ് പറയുന്നുണ്ട്, അതെ ശ്രീനിവാസൻ സാർ അങ്ങനെയൊക്കെ പറഞ്ഞോന്ന് വിചാരിച്ച് നീ അങ്ങോട്ടേക്ക് പോവാതിരിക്കൊന്നും വേണ്ട, നീ സാധാരണ കയറി ചെല്ലുന്നത് പോലെ നീ അങ്ങോട്ടേക്ക് പോയിക്കോന്ന് പറയും. അന്നേരം വിക്രം പറയുന്നുണ്ട്, അല്ലാതെ പിന്നെ ശ്രീനിവാസൻ സാർ അങ്ങനെ എന്നോട് പറഞ്ഞോന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ടേക്ക് പോവാതിരിക്കൊന്നുമില്ല, ഞാനെന്നും കയറി ചെല്ലുന്നത് പോലെ ഞാൻ അങ്ങോട്ടേക്ക് പോകുമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് വിക്രം. അപ്പോഴേ ജോസഫ് പറയുന്നുണ്ട്, ഏതായാലും നിന്റെ സമയം നല്ല ബെസ്റ്റ് സമയമാണ്, നിന്റെ അടുത്ത മാരണതേ വരുന്നു, നിനക്കിതാ അടുത്ത തലവേദന വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധ എഴുതിട്ട് കാണിച്ചു കൊടുക്കുന്നത്. രാധ ഭയങ്കര ദേഷ്യത്തോടു കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നതും കണ്ടുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, നിങ്ങൾ ഏതായാലും സംസാരിച്ച് നിൽക്ക്, ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി നിൽക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവരെല്ലാവരും അവിടെ നിന്നങ്ങ് പോവാണ്. എന്നാൽ രാധ ഇങ്ങനെ ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് വരുന്നത് കാണുന്ന സമയത്തിന് വിക്രം പെട്ടെന്ന് അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ നോക്കുകയാണ്. ആ സമയത്തിന് രാധ ചോദിക്കുന്നത്, എങ്ങോട്ടേക്കായി എഴുന്നേറ്റ് പോകുന്നത്? അവിടെ നിൽക്കുമെന്ന് പറയും. അന്നേരം വിക്രം അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്തിന് രാധ പറഞ്ഞിട്ട്, ആഹാ എന്തൊക്കെയായിരുന്നു അഭിനയം, എന്റെ മുന്നിൽ എത്രമാത്രം അഭിനയമായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് കുറെ അധികം നാടകങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞല്ലോ. അച്ഛമ്മയുടെ കെയർ ഓഫില് വിരുന്നു പോക്ക്, തറവാട്ടി പോക്ക്, പരസ്പരം മാലയിടല്, ഉമാ മഹേശ്വര ക്ഷേത്രത്തിൽ ഒരുമിച്ച് പോക്ക്, അങ്ങനെ എന്തൊക്കെ കോലാഹലങ്ങളാണ് കഴിഞ്ഞത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാധ ഭയങ്കര ദേഷ്യത്തിലായിരിക്കും. അന്നേരം വിക്രം പറയുന്നത്, അതിനെ പറ്റിയിട്ട് ഇനി ഞാൻ വിശദീകരിച്ച് നിന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എന്റെ വീട്ടിലുള്ള ആൾക്കാർ തന്നെ നിന്നോട് അതൊക്കെ വിളിച്ച് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അന്നേരം രാധ പറഞ്ഞിട്ട്, അതെ അപ്പോൾ ഇത്ര കാലം വിക്രമേട്ടൻ എന്റെ മുന്നിൽ അഭിനയിക്കുമായിരുന്നില്ലേ എന്ന് ചോദിക്കും. അന്നേരം വിക്രം പറഞ്ഞിട്ട്, എടി രാധ, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടില്ലേ, നിന്റെ മനസ്സിലുള്ളത് പോലെയുള്ള വിചാരങ്ങളൊന്നും എന്റെ മനസ്സിലില്ല എന്ന്, നീ ഉദ്ദേശിക്കുന്നത് പോലത്തെയുള്ള ചിന്തകളൊന്നും എന്റെ മനസ്സിലില്ല എന്നിങ്ങനെ വിക്രം പറയുന്ന സമയത്ത് തന്നെ രാധ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ വേദയും വിക്രമേട്ടനും തമ്മിൽ പ്രേമമാണോ എന്ന് ചോദിക്കും. ആ സമയത്ത് വിക്രം, രാധയുടെ അമ്മ ഒരു ദിവസം വിക്രമിനെ വഴിയിൽ വെച്ച് തടഞ്ഞിട്ട് സംസാരിച്ചതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്. മോനെ വിക്രം, എനിക്കറിയാം നിന്റെ മനസ്സിൽ ഒരിക്കലും രാധ ഇല്ല എന്ന കാര്യം, പക്ഷെ ഒരിക്കലും അവൾക്ക് അത് ബോധ്യപ്പെടുന്നില്ല. പക്ഷെ നീ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുന്ന സമയത്ത് തന്നെ വിക്രം ചോദിക്കുന്നുണ്ട്, ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ ചേച്ചി? അല്ല മോനെ, അങ്ങനെയൊന്നും പറഞ്ഞാലൊന്നും അവൾ വിശ്വസിക്കാൻ പോകുന്നില്ല. നീയും വേദയും തമ്മിലൊരു ജീവിതം തുടങ്ങി എന്ന കാര്യം രാധയെ ബോധ്യപ്പെടുത്തണം. ഇപ്പോഴും അവൾ വിശ്വസിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ശരിക്കൊരു കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും അവൾ നിന്നെ മാത്രം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നോട് അവൾക്ക് വെറുപ്പാവണം. നിന്റെ പേര് കേട്ടാൽ പോലും അവൾ ശപിക്കുന്ന രീതിയിലേക്ക് അവളെ നീ മാറ്റിയെടുക്കണം. അങ്ങനെ ഒരു സഹായം മോൻ എന്നോട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് രാധയുടെ അമ്മങ്ങനെ തന്റെ മുന്നിൽ കൈകൂപ്പി നിന്ന് ആ ഒരു രംഗത്തെ പറ്റിയിട്ട് ഓർക്കാണ് വിക്രം. എന്നിട്ട് വീണ്ടും രാധ അങ്ങനെ ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്തിന് വിക്രം രാധയോട് പറഞ്ഞിട്ട്, അതെ എനിക്ക് നിന്നോടൊരു കാര്യം പറയണ്ട്, എനിക്ക് വേദ ഇഷ്ടമാണെന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിന് രാധ ആകങ്ങനെ ഞെട്ടിപ്പോവാട്ടോ. ആ സമയത്തിന് വിക്രം വീണ്ടും പറയുന്നുണ്ട്, അതെ നീ കരുതുന്ന പോലെ തന്നെ എനിക്ക് വേദയോട് പ്രേമമാണ്. നിനക്ക് ഇപ്പോഴും സാഹചര്യം മനസ്സിലാക്കാതെയാണ് നീ ഇപ്പൊ എന്നോട് സംസാരിക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഇനി മുതൽ ജീവിതകാലം മുഴുവൻ എന്റെ ഭാര്യയായിട്ട് എന്റെ കൂടെ വേദയുണ്ടാവും. വേദയല്ലാതെ മറ്റൊരു പെണ്ണും ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്നിങ്ങനെ വിക്രം പറയുന്നത് കേൾക്കുന്ന സമയത്തിന് രാധക്ക് വല്ലാത്ത സങ്കടമായിരിക്കട്ടോ. രാധയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു പോവാണ്. വിക്രം വീണ്ടും പറഞ്ഞിട്ട്, ഇനി മുതൽ നീ എന്റെ പേരും പറഞ്ഞ് എന്റെ പുറകെ ഇങ്ങനെ നടക്കരുത്, എന്താ മതിയോ എന്നൊക്കെ ചോദിക്കും. വിക്രം പറഞ്ഞിട്ട്, എനിക്ക് എന്റെ വേദയെ മാത്രമേ ഇനി സ്നേഹിക്കാൻ കഴിയുള്ളൂ. നിന്നെ എനിക്ക് ഇഷ്ടമില്ല എന്ന് മാത്രമല്ല, നിന്നെ എനിക്ക് കാണുന്നത് പോലും വെറുപ്പാണ്. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഇഷ്ടമോ പ്രണയോ പ്രേമോ ഒന്നും തന്നെ ഇല്ലാന്ന്. എന്റെ മനസ്സിലുള്ള പ്രണയം മുഴുവൻ വേദയോടാണ്. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് വേദയുടെ മനസ്സിൽ എന്നോട് ഇഷ്ടമൊന്നും ഇല്ല എന്നാണ്. എനിക്ക് വേദ ആദ്യം തന്നെ ഇഷ്ടമായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി വേദക്കും എന്നെ തിരിച്ച് ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് വേദ അല്ലാതെ മറ്റൊരു പെണ്ണും എന്റെ ജീവിതത്തിലില്ല എന്നിങ്ങനെ വിക്രം വിളിച്ചു പറയുന്നത് കേട്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ സങ്കടപ്പെട്ട് അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോവാട്ടോ രാധ.
രാധ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷം ജോസഫ് രാജേട്ടൻ അങ്ങോട്ടേക്ക് വിക്രമിന്റെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നിട്ട് ചോദിക്കുന്നത്, എടാ നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവളോടങ്ങ് പറഞ്ഞ് മനസ്സിലാക്കാൻ മതിയായിരുന്നല്ലോ, ഇങ്ങനെ മുഖത്തരിച്ചതുപോലെ നീ സംസാരിക്കേണ്ടിയിരുന്നില്ല, പിള്ളേരല്ലേ, വേറെ പൊട്ടബുദ്ധിക്ക് എന്തെങ്കിലും ചെയ്താലോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, അവൾ കുറച്ച് ബുദ്ധിയുള്ള പെൺകുട്ടിയാണ്, അവൾ അങ്ങനെ അരുതാത്തതൊന്നും ചിന്തിക്കില്ല ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരിക്കട്ടോ. ആ സമയത്തായിരിക്കും വേദ അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം ജോസഫ് പറയുന്നുണ്ട്, ആഹാ തക്ക സമയം കണ്ടില്ലേ, നിനക്കുള്ള പണിയുമായിട്ട് അടുത്ത ആള് വരുന്നുണ്ട് എന്ന് പറയും. വിക്രമിനുള്ള ഭക്ഷണമായിട്ടായിരിക്കും വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദയെ കാണുന്ന സമയത്തിന് എന്താ മോളെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് രാജേട്ടൻ. വേദ വന്ന് പറഞ്ഞിട്ട്, അല്ല ഇവിടുത്തെ ഈ ഒരു സാഹചര്യം കണ്ടിട്ട് കുറച്ച് കോലാഹലങ്ങളും കലുഷിതമാണെന്ന് തോന്നുന്നുണ്ടല്ലോ. ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്തിന് വിക്രം രാധ എന്ന് പറയുന്ന ഒരു ഓട്ടോ ചീറി പാഞ്ഞു പോകുന്നതും കണ്ടു. അന്നേരം രാജേട്ടൻ ചോദിക്കുന്നൊരു, മോളെ കണ്ടോ രാധ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ പറയുന്നിട്ട്, ഇല്ല എന്നെ കണ്ടില്ല, എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ പോക്കെങ്ങനെ എന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ടേ പോവുള്ളൂ, അമ്മാതിരി പോക്കാണ് രാധ പോയത് എന്നൊക്കെ പറയും. എന്നിട്ട് മോൾ എന്താ ഇവിടെ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം അങ്ങനെ ദേഷ്യത്തോടു കൂടി, എടി നീ എന്താ ഇവിടെ വന്നത് എന്ന് ചോദിക്കാട്ടോ. അന്നേരം വേദ പറഞ്ഞിട്ട്, അത് വർക്ക്ഷോപ്പിലിരുന്ന് ആകെ പണിയെടുത്ത് ക്ഷീണിച്ച് വിശന്നിരിക്കുന്ന വിക്രമേട്ടിനുള്ള ഭക്ഷണമായിട്ട് വന്നതാണ് ഞാനെന്ന് പറയും. അല്ല രാജേട്ടാ, നിങ്ങളുടെ ഈ വർക്ക്ഷോപ്പിൽ എന്തായാലും ലഞ്ച് ബ്രേക്ക് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന്, 1 മണിയായല്ലോ മോളെ, ഞങ്ങളിപ്പോൾ ഇതേ ഭക്ഷണം കഴിക്കാൻ പോവാണ് മോളെ എന്ന് പറയുന്ന സമയത്തിന് ജോസഫിനോട് ചോദിക്കുന്നുണ്ട്, അതേ ജോസഫെ ഒരു ഇല വെട്ടിക്കൊണ്ട് തരുമോ എന്ന് ചോദിക്കും. അതിനെന്താ ഇപ്പൊ കൊണ്ടുവരാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജേട്ടനും അവർ 3 പേരും ചേർന്നുകൊണ്ട് വിക്രമിനെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് തന്നെ അയില പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഡാൻസ് കളിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രത്തിന് അങ്ങ് ദേഷ്യം വന്നിട്ട് നിർത്തല എന്നങ്ങ് പറയും. എടാ നിന്റെ കൈ ഞാൻ വിട്ടു, മര്യാദക്ക് പോയിക്കോ എന്ന് പറയുന്ന സമയത്തിന് അവർ പേടിച്ച് വിരച്ച് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ വേദ പറഞ്ഞില്ല, തൽക്കാലം ഇളയൊന്നും വേണ്ട, ഞാൻ പ്ലേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റൂളൊക്കെ വെച്ച് കൊടുത്തിട്ട് വിക്രമില്ല ഭക്ഷണം വിളമ്പി കൊടുക്കണം. ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന സമയത്ത് പോലും വേദയും ആ ഒരു പാട്ട് പാടുന്നുണ്ട് കേട്ടോ. അയല പൊരിച്ചതുണ്ടെന്നുള്ള ആ ഒരു പാട്ടും പാടിക്കൊണ്ടായിരിക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത്. അങ്ങനെ ചോറിന്റെ അകത്തേക്ക് കറികളെല്ലാം വിളമ്പി വെച്ചതിന് ശേഷം വിക്രത്തിന്റെ അടുത്തേക്ക് പാത്രം നീട്ടുന്ന സമയത്തിന് വിക്രം ദേഷ്യപ്പെട്ട് തന്നെ ആ ഒരു ചോറങ്ങ് തട്ടിക്കളയാണ്. എന്നാൽ അത് കാണുന്ന സമയത്തിന് വേദക്ക് ഭയങ്കര സങ്കടമായിരിക്കും. വിക്രത്തിന്റെ അടുത്ത് ഇങ്ങനൊരു പ്രതികരണം ഒട്ടും തന്നെ വേദ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് മാത്രമല്ല, വേദ സങ്കടപ്പെട്ട് നേരെ പോയിട്ട് ആ ഒരു മണ്ണ് പുരണ്ട ചോറെല്ലാം പാത്രത്തിലേക്ക് പെറുക്കി കൂട്ടാണ്. എന്നിട്ട് വേദ പറഞ്ഞിട്ട്, നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്ന തെറ്റ് എത്രമാത്രം വലുതാണെന്നൊന്നും നിങ്ങൾക്കിപ്പോൾ ബോധ്യപ്പെടില്ല. ഈ ഒരു അരമണി ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നറിയാമോ? അതെങ്ങനെയാ കഷ്ടപ്പാടിന്റെ വില വല്ലതും നിങ്ങൾക്കറിയാമോ? ഒരു ദിവസം കുറച്ചു നേരം ചാക്ക് ചുമന്നപ്പോഴേക്കും നിങ്ങളുടെ എത്രമാത്രം കഷ്ടപ്പാടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായതല്ലേ? അങ്ങനെയുള്ള നിങ്ങൾക്ക് എങ്ങനെയാണ് അധ്വാനത്തിന്റെ വില അറിയാം? അങ്ങനെയൊക്കെ വില അറിയണമെങ്കിൽ നിങ്ങൾ തന്നെ സ്വയമായിട്ട് അധ്വാനിക്കണം. നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണ് നിങ്ങളുടെ അമ്മ ഈ ഒരു ചോറെല്ലാം വെച്ചുണ്ടാക്കിയത്. ആയിരക്കണക്കിന് ആൾക്കാർ പട്ടിണി കിടക്കുന്ന ഈ നാട്ടിലാണ് നിങ്ങൾ ഭക്ഷണത്തിനോട് ഇങ്ങനെയൊക്കെ ചെയ്തത്. അഹങ്കാരത്തോട് നിങ്ങൾ ഈ കാണിച്ച പ്രവൃത്തിയില്ലേ, ഇനി എന്നും നിങ്ങൾ ഭക്ഷണത്തിന്റെ മുന്നിൽ വന്നിരിക്കുന്ന സമയത്തിന് ഈ മണ്ണ് പൊറുന്ന ചോറിന്റെ ഓർമ്മ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. വേദ ഏതായാലും ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ ആ ഒരു മണ്ണെല്ലാം പെറുക്കിക്കൊണ്ട് നേരെ അത് പാത്രത്തിലേക്ക് ഇങ്ങനെ വെറുത്ത് വെക്കാണ്. ഇതെല്ലാം കാണുന്ന സമയത്തിന് വിക്രത്തിന് ഭയങ്കര സങ്കടമായിരിക്കും. നിറ കണ്ണുകളോടെ വേദ ഏതായാലും ആ ഭക്ഷണമെല്ലാം തന്നെ പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്തു വെക്കാറിട്ടോ. ഇത് കാണുന്ന സമയത്തിന് വിക്രത്തിനും സങ്കടമായിരിക്കും. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇതെല്ലാം പാത്രത്തിലാക്കുന്നതെന്ന് ചോദിക്കും. അന്നേരം വേദ പറഞ്ഞിട്ട്, നിങ്ങൾക്ക് മാത്രമേ ഈ ചോറ് ആവശ്യമില്ലാത്തതുള്ളൂ, അടുക്കളപ്പുറത്തേക്ക് വരുന്ന പൂച്ചകൾക്കും പട്ടികൾക്കും പക്ഷികൾക്കും ഈ ഭക്ഷണമെല്ലാം ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വേദ ഏതായാലും അതെല്ലാം പാത്രത്തിലാക്കിക്കൊണ്ട് അവിടെ നിന്നങ്ങ് പോവാണ്. ആ സമയത്തിന് വളരെയധികം വിഷമത്തോടു കൂടിയായിരിക്കട്ടോ വിക്രം ഇതെല്ലാം നോക്കി കാണുന്നത്. പിന്നീട് കാണിക്കുന്നത് വിനായകനായിരിക്കും. വിനായകൻ കേക്കും വാങ്ങിച്ചുകൊണ്ട് തന്നെ നേരെ നന്ദിന്റെ അടുത്തേക്ക് വരുന്ന സമയത്തിന് നന്ദിനി ആകെ ദേഷ്യം പിടിച്ച് ഇങ്ങനെ തല പുകഞ്ഞ് ആലോചിച്ച് നിൽക്കുമായിരിക്കും. നന്ദിനിയുടെ അവസ്ഥ കാണുന്ന സമയത്തിന് വിനായകൻ ചോദിക്കുന്നത്, എന്താ നന്ദിനി, ഞാൻ നിനക്കുള്ള കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും. അപ്പോഴേക്കും നന്ദിനി ദേഷ്യത്തോടു കൂടി തന്നെ വിനായകന്റെ കയ്യിൽ നിന്ന് ആ ഒരു കേക്ക് അങ്ങ് വാങ്ങിച്ച് വലിച്ചെറിയാണ്. എന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ ഒരു കേക്ക്, നിങ്ങൾ അത് ഞാൻ പറയുന്നത് കേക്ക്. അപ്പോഴേക്കും എന്താ കാര്യം എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട്, അതെ എനിക്കൊട്ടും മനസമാധാനമില്ലാതായി, അവൾ കാരണം, വേദ കാരണം, അവൾ കാരണമാണ് ഇത്രമാത്രം പ്രശ്നങ്ങളുണ്ടായതെന്ന് ചോദിക്കുന്ന സമയത്തിന് ആരെന്ന് ചോദിക്കട്ടോ, അവൾ തന്നെ, വേദ കാരണം. നിങ്ങളുടെ അച്ഛന് പോലും ഇത്രമാത്രം പ്രശ്നമുണ്ടാക്കിയത് വേദ കാരണല്ലേ? അച്ഛൻ എന്നെ തള്ളി പറഞ്ഞത് വേദ കാരണല്ലേ? എനിക്ക് ഈ വീട്ടിലെ സ്ഥാനം പോലും നഷ്ടപ്പെട്ടത് വേദ കാരണല്ലേ? അമ്മയ്ക്ക് ഇപ്പൊ പഴയതുപോലെ എന്നോട് സ്നേഹമില്ലാത്തതുപോലും വേദ കാരണല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ നന്ദിനി അങ്ങ് പൊട്ടിത്തെറിക്കട്ടോ. ആ സമയത്തിന് വിനായകനെ മനസ്സിൽ ചിന്തിക്കുന്നതിന്, ഈശ്വര ഇവൾക്ക് വട്ടായി എന്നാ തോന്നുന്നത്. നന്ദിനി ശരിക്കും പ്രാന്തിയെ പോലെ ഇങ്ങനെ കാട്ടുന്നത് കാണുന്ന സമയത്തിന് വിനായകൻ ഇങ്ങനെ പറയുന്നത്, അതെ ഞാനൊരു കാര്യം ആലോചിക്കാണ്, ആദ്യം കുതിരവട്ടത്തേക്ക് പോകണോ അതോ മറ്റെടുക്കെങ്കിലും പോകണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനിക്ക് വീണ്ടും ദേഷ്യം വരട്ടെ. നന്ദിനി ചോദിക്കുന്നത്, ഇവിടെ മനുഷ്യനാകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ ടൂർ പോകുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ വിനായകനെ പറഞ്ഞത്, ഒരു മരപ്പോത്ത് ടൂർ പോകുന്നതിനെ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത്. ഒരാളോടുള്ള ദേഷ്യം ഇങ്ങനെ മനസ്സിൽ വെച്ച് പൊറിപ്പിച്ചാലേ അത് പിന്നെ ഇങ്ങനെ ഭ്രാന്തിയായിട്ട് മാറും. പിന്നെ അതിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ അലറി വിളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് ഈ വീടിന്റെ ചുറ്റും ഇങ്ങനെ പാറി നടക്കുമെന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന സമയത്തിന് നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് വിനായകനെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.